ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ 5th ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ചാപ്റ്ററും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലാസ്റ്റ് റീഡ് ആൻഡ് റിജോയ്സ് അല്ലേ. എന്താണ്? ഒരു ചെറിയ കഥയാണ്. ന്യൂ ബ്ലൂ ഷൂസ്. എന്താണ് ന്യൂ ബ്ലൂ ഷൂസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പുതിയ നീല ഷൂസ് അല്ലേ. അപ്പം നമുക്ക് കഥ എന്താ നോക്കാം. ഇവിടെ കാണുന്ന കുട്ടിയുടെ പേരാണ് എന്ത്? ടിനു. ടിനു ഗോട്ട് എ പെയർ ഓഫ് ന്യൂ ബ്ലൂ ഷൂസ്. ടിനുവിന് എന്ത് കിട്ടി? ഷൂസ് അല്ലേ, പുതിയ നീല കളറുള്ള ഒരു പെയർ ഷൂ കിട്ടി. ദേ ആർ ടു സ്മോൾ. അപ്പോൾ അതിൻ്റെ കയറ്റം എന്താ പറയുന്നത്? ഇത് വളരെ ചെറുതാണ് എന്ന് പറയാണ്. അപ്പോൾ ടിനു പറയാണ് ഗ്രാൻഡ്പയോട്, ഗ്രാൻഡ്പ ഐ വാണ്ട് ന്യൂ ബ്ലൂ ഷൂസ്. എനിക്ക് പുതിയ ബ്ലൂ ഷൂ വേണം എന്ന്. അപ്പോൾ ഗ്രാൻഡ്പ എന്ത് പറയും? ഡോണ്ട് വെറി, ഐ വിൽ ഗെറ്റ് യു ന്യൂ ബ്ലൂ ഷൂസ്. വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് പുതിയ നീല ഷൂ വാങ്ങിത്തരാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു? ബ്ലൂവിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? BLUE. ഷൂസിൻ്റെതോ SHOES. പിന്നെ എന്ത് പഠിച്ചു? ഈ കുട്ടിയുടെ പേരെന്താണ്? ടിനു കേട്ടോ. ടിനു ഉണ്ട്, കാറ്റ് ഉണ്ട്, ഗ്രാൻഡ്പേ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിച്ചു അല്ലേ. പിന്നെ പുതിയ എന്നുള്ള വാക്കിന് ന്യൂ NEW. ഓക്കെ, ഇനി എന്താ നോക്കാം. ചിത്രത്തിൽ എന്താ കാണുന്നത്? അവർ 3 പേരും കൂടെ എങ്ങോട്ടോ പോകുന്നുണ്ടല്ലേ. എങ്ങോട്ടാണ്? ഗ്രാൻഡ്പ ആൻഡ് ടിനു വെൻറ്റ് ടു ദ ഷൂ ഷോപ്പ് അല്ലേ. ഷൂവിൻ്റെ ഷോപ്പിലേക്ക് പോവാണ്. ഗ്രാൻഡ്പയും ടിനുവും കൂടെ ആരുണ്ട്? കേറ്റും ഉണ്ട്. അങ്ങനെ അവർ കടയിലെത്തിയില്ലേ. അപ്പോൾ ഗ്രാൻഡ്പ പറയാണ് സീ ദീസ്, ഇത് നോക്കാൻ പറയാണ്. അപ്പോൾ ടിനു എന്ത് പറയും? ഓൾ ദീസ് ആർ യെല്ലോ, ഐ വാണ്ട് ബ്ലൂ ഷൂസ്. ഇതൊക്കെ മഞ്ഞ നിറത്തിലുള്ളതാണ്, യെല്ലോ കളറാണ്, എനിക്ക് വേണ്ടത് ബ്ലൂ ഷൂസാണ്. അപ്പോൾ കേറ്റ് എന്ത് പറയും? ലെറ്റ് us ഗോ ടു ദ നെക്സ്റ്റ് ഷോപ്പിൽ. എന്നാൽ നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാമെന്ന്. അങ്ങനെ അവർ അടുത്ത ഷോപ്പിലെത്തി. അപ്പോൾ ഗ്രാൻഡ്പ പറയാണ് ലുക്ക് ദേ ആർ സൂപ്പർബ് അല്ലേ. നോക്ക്, ഇതൊക്കെ സൂപ്പറാണ് പറയാണ്. അപ്പോൾ ടിനു എന്ത് പറയും? ബട്ട് ദേ ആർ ഓൾ പിങ്ക് ആൻഡ് ബ്ലാക്ക്. പക്ഷേ ഇവിടെ ഉള്ളതൊക്കെ എന്താണ്? പിങ്കും ബ്ലാക്കും ആണ് അല്ലേ. There were no blue shoes. അവിടെ ആ കടയിൽ എന്താണ്? ബ്ലൂ ഷൂസ് ഇല്ലായിരുന്നു. സോ ദേ വാണ്ട് ടു ദ നെക്സ്റ്റ് ഷോപ്പ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്താണ്? അടുത്ത കടയിലേക്ക് പോയി. ഇവിടെ ഏത് കളറിലുള്ള ഷൂ ആണ് കാണുന്നത്? റെഡ് കളറാണ് അല്ലേ. അപ്പോൾ കേറ്റ് പറയാണ് നൈസ് റെഡ് ഷൂസ് അല്ലേ, നല്ല റെഡ് കളറുള്ള ഷൂകൾ എന്ന് പറയാണ്. അപ്പോൾ ടിനു എന്ത് പറയും? ഐ വാണ്ട് ബ്ലൂ ഷൂസ് ഗ്രാൻഡ്പ. എനിക്ക് ബ്ലൂ ഷൂസ് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണ് അല്ലേ. ബട്ട് ദ വേർ റെഡ് ഷൂസ് ഓൺലി. പക്ഷേ അവിടെ എന്താണ്? റെഡ് ഷൂസ് മാത്രമേ ഉള്ളൂ. സോ ദേ വെൻറ്റ് ടു ദ ലാസ്റ്റ് ഷോപ്പ്. അങ്ങനെ അവരെന്തായി? അവസാനം ലാസ്റ്റ് ഷോപ്പിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ടിനു ഗ്രാൻഡ്പയോട് എന്താ ചോദിക്കുന്നത്? വിൽ ദർ ബി ബ്ലൂ ഷൂസ് ഗ്രാൻഡ്പ? അവിടെയെങ്കിലും ബ്ലൂ ഷൂസ് ഉണ്ടാവോ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഗ്രാൻഡ്പ പറയും ഷുവർ ഡിയർ അല്ലേ, ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് പറയാണ്. അങ്ങനെ ലാസ്റ്റ് ഷോപ്പിലെത്തി അല്ലേ. അപ്പോൾ ടിനു പറയാണ് ഹായ് ബ്ലൂ ഷൂസ് അല്ലേ. അവിടെ മൊത്തം എന്താണ്? ബ്ലൂ ഷൂസ് ആണുള്ളത്. ദ ലാസ്റ്റ് ഷോപ്പ് വാസ് ഫുൾ ഓഫ് ബ്ലൂ ഷൂസ് അല്ലേ. അവിടെ ഫുള്ളായിട്ട് ബ്ലൂ ഷൂസാണ് ഉള്ളത്. ആ ഒരു ഷോപ്പ് മൊത്തം വെറൈറ്റീസ് ബ്ലൂ ഷൂസ് ആണല്ലേ ഉള്ളത്. അപ്പോൾ ടിനുവിന് കൺഫ്യൂഷൻ ആവാണ്. ദേ ആർ ഓൾ ബ്ലൂ അല്ലേ, എല്ലാം ഇവിടെ ബ്ലൂ ആണ്. വിച്ച് വൺ ഷുഡ് ഐ ടേക്ക് അല്ലേ, ഞാൻ ഏതാണ് എടുക്കുക എന്ന് ടിനുവിന് കൺഫ്യൂഷൻ ആവുകയാണ്. അങ്ങനെ ടിനു വിചാരിച്ച കളറിൽ തന്നെ ടിനുവിന് പുതിയ ഷൂകൾ കിട്ടിയില്ലേ. എങ്ങനെയുള്ള ഷൂ ആണ് കിട്ടിയത്? ന്യൂ ബ്ലൂ ഷൂസ് അല്ലേ, പുതിയ നീല ഷൂ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി മക്കൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഷൂവിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. മക്കൾ ഇത് നിറം കൊടുത്ത് സൂപ്പറാക്കണം കേട്ടോ. നല്ല ബ്ലൂ ആയാലും റെഡ് ആയാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ട നിറം കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുഞ്ഞു കഥയിലുള്ളത് കേട്ടോ. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.